നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഒരു പിടി മികച്ച അന്താരാഷ്ട്ര മത്സരങ്ങൾ നടന്ന ദിവസം ഇതാ കടന്നുപോയിരിക്കുന്നു. സൂപ്പർ ടീമുകൾ, വമ്പൻ ടീമുകളൊക്കെ കളിക്കളത്തിലേക്ക് ഇറങ്ങി. നമ്മൾ ആ മത്സരങ്ങളുടെ റിസൾട്ട് ഒന്ന് പരിശോധിക്കുകയാണ്. ഇന്നലെ രാത്രി നടന്ന മത്സരം ഇംഗ്ലണ്ടും ബെൽജിയവും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഫ്രണ്ട്ലി മത്സരം 2-2 സമനിലയിലാണ് അവസാനിച്ചത്. ഇംഗ്ലണ്ടിനായിട്ട് ഇവാൻ ടോണിയും ജൂഡ് ബെല്ലിംഗാമുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. മറുഭാഗത്ത് ബെൽജിയത്തിന് 2 ഗോളുകളും ടീൽമാൻസിൻ്റെ വകയായിരുന്നു. അതേസമയം ജർമ്മനി നെതർലൻഡ്സ് പോരാട്ടം. ജർമ്മനി ഇതാ വിജയപഥത്തിലാണിപ്പോഴും. കഴിഞ്ഞ കളിയിൽ അവർ ഫ്രാൻസിനെ തോൽപ്പിച്ചു, ഇപ്പോൾ നെതർലൻഡ്സിനെ തോൽപ്പിച്ച് വമ്പന്മാരെ തോൽപ്പിച്ചുകൊണ്ട് തന്നെ ജർമ്മനി അതിശക്തമായിട്ട് യൂറോ കപ്പിനുള്ള കണ്ടൻറ്റേഴ്സാണ് തങ്ങളെന്ന് തെളിയിച്ചിരിക്കുകയാണ്. 2-1 വിജയമാണ് അവർ നേടിയിരിക്കുന്നത്. അതേസമയം പോർച്ചുഗൽ സ്ലൊവേനിയയോട് 2-0 തോൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പോർച്ചുഗൽ ഇപ്പോൾ യൂറോ ക്വാളിഫയറിലൊക്കെ പൊളിച്ചടുക്കി വന്നതാണ്. പക്ഷേ ഇതാ അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ സ്ലൊവേനിയയോട് തോറ്റിരിക്കുന്നു. 2-0 തോൽവി. ചില പ്രധാന താരങ്ങളില്ലാതെയാണ് അവർ കളിച്ചത്, സംഗതി ശരിയാണ്. എങ്കിലും ക്രിസ്ത്യാനോ റൊണാൾഡോ അടക്കമുള്ളവരുണ്ടായിരുന്നു. സെറിനും എൽസ്നിക്കുമാണ് സ്ലൊവേനിയക്കായിട്ട് ഗോൾ കണ്ടെത്തിയത്. അതേസമയം ഫ്രാൻസ് കഴിഞ്ഞ കളിയിൽ ജർമ്മനിയോട് തോറ്റതാ ഇപ്പോൾ ഇതാ തിരിച്ചു വന്നിരിക്കുന്നു. 3-2 അവർ ചിലിയെ പരാജയപ്പെടുത്തുമ്പോൾ ഫൊഫാനയും മുവാനിയും ഗിറൂഡുമാണ് അവരുടെ ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത്. അതേസമയം ബ്രസീൽ വേഴ്സസ് സ്പെയിൻ ഫ്രണ്ട്ലി മത്സരം 3-3 സമനിലയിലാണ് അവസാനിച്ചത്. അർജന്റീന കോസ്റ്റാറിക്കയെ 3-1 തോൽപ്പിക്കുകയും ചെയ്തു. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.